ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒക്ടോബർ എങ്ങനെ ജപമാല മാസമായി എന്നറിയാമോ? അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്. ഒക്ടോബർ മാസം ജപമാല മാസം എന്നറിയപ്പെടുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഒക്ടോബർ 7-ാം തീയതിയാണ് ജപമാല മാതാവിൻ്റെ തിരുനാൾ. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ വഴി സംഭവിച്ച ഒരു വലിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കത്തോലിക്ക സഭ ഒക്ടോബർ 7 ജപമാല തിരുനാളായി പ്രഖ്യാപിച്ചത്. AD 1571 ഒക്ടോബറിൽ യൂറോപ്പിലെ കത്തോലിക്ക സഭ മുസ്ലിം തുർക്കികളിൽ നിന്ന് വലിയ ഭീഷണി നേരിട്ടിരുന്നു. മധ്യേഷ്യ ആക്രമിച്ച് അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെയെല്ലാം ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത ശേഷം തുർക്കികൾ മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്ക് നീങ്ങി. യൂറോപ്പിലെ ക്രിസ്ത്യൻ സാമ്രാജ്യങ്ങളെ കീഴടക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപകടം മുന്നിൽ കണ്ട മാർപ്പാപ്പ യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജാക്കന്മാരെ റോമിൽ വിളിച്ചു വരുത്തി. മാർപ്പാപ്പയുടെ പ്രത്യേക ആഹ്വാനപ്രകാരം യൂറോപ്പിലെ രാജാക്കന്മാർ തുർക്കികളോട് യുദ്ധത്തിനിറങ്ങി. അംഗബലം കൊണ്ടും യുദ്ധതന്ത്രങ്ങൾ കൊണ്ടും തുർക്കികൾ ഏറെ ശക്തരാണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു. അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ മാർപ്പാപ്പ ഒരു കാര്യം ചെയ്തു. റോമിലെ ക്രിസ്ത്യാനികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി പാപ്പ ഒരു ജപമാല റാലി നടത്തി. അതിനെ തുടർന്ന് തുർക്കികളും ക്രിസ്ത്യൻ സൈന്യവും തമ്മിൽ പ്രശസ്തമായ ലെപ്പാൻഡോ യുദ്ധം നടന്നു. യുദ്ധം നടക്കുന്ന സമയമെല്ലാം ക്രിസ്ത്യാനികൾ അണിനിരന്ന് ജപമാല ചൊല്ലിയതിൻ്റെ ഫലമായി ക്രിസ്ത്യൻ സൈന്യത്തേക്കാൾ സംഖ്യയിൽ വളരെ ഏറെയുണ്ടായിരുന്ന തുർക്കികൾക്കെതിരെ ക്രിസ്ത്യൻ രാജാക്കന്മാർ വിജയിച്ചു. ഈ അത്ഭുതകരമായ വിജയം പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ്യം കൊണ്ടാണെന്നും ജപമാല ഭക്തിയുടെ ഫലമായിട്ടാണെന്നും മാർപ്പാപ്പയും ക്രിസ്തീയ വിശ്വാസികളും വിശ്വസിച്ചു. ഈ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും പരിശുദ്ധ മാതാവിൻ്റെ ബഹുമാനാർത്ഥം തിരുനാൾ ആഘോഷിക്കാൻ പാപ്പ ഉത്തരവിട്ടു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ഗ്രിഗറി 13 പാപ്പ ഒക്ടോബറിലെ ആദ്യ ഞായറാഴ്ച ജപമാല മാതാവിൻ്റെ തിരുനാളായി പ്രഖ്യാപിച്ചു. നാളെ ഒക്ടോബർ 7 ജപമാല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ ശക്തിയേറിയ പരിപാലന ലഭിക്കുന്നതിനുള്ള ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എത്രയും പരിശുദ്ധയും അമലോത്ഭവയും കന്യകയും എൻ്റെ പരിശുദ്ധ അമ്മയുമായ പരിശുദ്ധ കന്യകാമാതാവേ, എൻ്റെ കർത്താവായ പരമപരിശുദ്ധനായ യേശുവിൻ്റെ പരിശുദ്ധ അമ്മയും ലോകത്തിൻ്റെ രാജ്ഞിയും മധ്യസ്ഥയും പ്രതീക്ഷയും പാപികളുടെ സങ്കേതവുമായവളെ, എല്ലാവരിലും വെച്ച് നിർഭാഗ്യവാനായ ഞാൻ അങ്ങയുടെ സന്നിധി അണിഞ്ഞിരിക്കുന്നു. ഓ മഹോന്നത രാജ്ഞി, അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും പ്രത്യേകമായി പലപ്പോഴും എനിക്ക് അർഹമായിരിക്കുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏറ്റവും പ്രിയങ്കരിയായ നാഥേ, അങ്ങയെ എപ്പോഴും സേവിച്ചു കൊള്ളാമെന്നും എല്ലാവരാലും അങ്ങ് സ്നേഹിക്കപ്പെടുന്നതിനായി എൻ്റെ സർവശക്തിയോടും കൂടെ പ്രയത്നിച്ചു കൊള്ളാമെന്നും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ സർവപ്രതീക്ഷയും ഞാൻ അങ്ങയിൽ അർപ്പിക്കുന്നു. അങ്ങയുടെ സംരക്ഷണയിൽ എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ കരുണയുള്ള പരിശുദ്ധ മാതാവേ, എന്നെ അങ്ങയുടെ ദാസിയായി സ്വീകരിച്ച് അങ്ങയുടെ മേലങ്കിയുടെ കീഴിൽ സംരക്ഷിക്കണമേ. ദൈവമായ പരമപരിശുദ്ധനായ യേശുവിൻ്റെ പക്കൽ അങ്ങേക്കുള്ള ശക്തിയാൽ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയോ മരണം വരെ അങ്ങയെ ജയിക്കുന്നതിനുള്ള ശക്തി വാങ്ങിച്ചു തരികയോ ചെയ്യണമേ. പരമപരിശുദ്ധ യേശു ക്രിസ്തുവിനോടുള്ള പരിപൂർണ സ്നേഹം അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയിലൂടെ നന്മരണം പ്രാപിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓ എൻ്റെ പരിശുദ്ധ അമ്മേ, അങ്ങേക്ക് ദൈവമായ പരമപരിശുദ്ധനായ യേശുവിനോടുള്ള സ്നേഹം വഴി എല്ലാ സമയത്തും, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാഴികകളിലും അങ്ങയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. സ്വർഗത്തിൽ അങ്ങയെ സുരക്ഷിതമായി കണ്ടുമുട്ടുന്നതുവരെ, നിത്യതയിൽ അങ്ങയെ വാഴ്ത്തുന്നതുവരെ, അങ്ങയുടെ കരുണയെ ആലപിക്കുന്നതുവരെ എന്നെ ഉപേക്ഷിക്കരുതേ. ആമേൻ.
ഇതാണെൻ്റെ പ്രതീക്ഷ. അത് സഫലമാകട്ടെ. ജപമാല രാജ്ഞി, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.